വെൽക്കം ടു +1 അക്കൗണ്ടൻസി ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ബേസിക് അക്കൗണ്ടിങ് ടേംസിനെ പറ്റിയാണ്. അതിനു മുമ്പേ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ബേസിക് അക്കൗണ്ടിങ് ടേംസ്. അക്കൗണ്ടിങ്ങിൽ അടിസ്ഥാനപരമായി അറിയേണ്ട ചില പദങ്ങളുണ്ട്. അവയാണ് ബേസിക് അക്കൗണ്ടിങ് ടേംസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിലൊരു പ്രധാനപ്പെട്ടതാണ് അസെറ്റ്സ്. മലയാളത്തിൽ ആസ്തികൾ എന്ന് പറയും. വ്യാപാര സ്ഥാപനം അതിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി നേടിയിരിക്കുന്ന മൂല്യമുള്ള വസ്തുക്കളെയാണ് ആസ്തികൾ എന്ന് പറയുന്നത്. എന്താണ് അസെറ്റ്സ്? അസെറ്റ്സ് ആർ എക്കണോമിക് റിസോഴ്സസ് ഓർ തിങ്സ് ഓഫ് വാല്യൂ ഓൺഡ് ബൈ ദി ബിസിനസ്. വ്യാപാരത്തിൻ്റെ ഉടമസ്ഥതയിൽ ഉള്ള മൂല്യമുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ സാമ്പത്തിക വിഭവങ്ങളെയാണ് അസെറ്റ്സ് എന്ന് പറയുന്നത്. സ്ഥാപനം അതിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി പല മൂല്യമുള്ള വസ്തുക്കളും ഉപയോഗിക്കും. ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ്, മെഷീനറി, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, എക്സെട്ര. ഇതൊക്കെ അസെറ്റ്സ് ആണ്. അസെറ്റ്സ് പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി കഴിയും. ഫസ്റ്റ്, ഫിക്സഡ് അസെറ്റ്സ്. ഫിക്സഡ് അസെറ്റ്സ് സ്ഥിരം ആസ്തികൾ എന്ന് പറയും. എന്താണ് ഈ ഫിക്സഡ് അസെറ്റ്സ്? അസെറ്റ്സ് held on a long-term basis by the business is called fixed assets. ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു സ്ഥാപനം നേടിയിരിക്കുന്ന ആസ്തികളാണ് ഫിക്സഡ് അസെറ്റ്സ്. അഥവാ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ അവ വിൽക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയല്ല സ്ഥാപനം നേടിയിരിക്കുന്നത്. ദീർഘകാല അടിസ്ഥാനത്തിലാണ് അവ സ്ഥാപനം നേടിയിരിക്കുന്നത്. വിൽക്കാൻ വേണ്ടി നേടിയിരിക്കുന്ന മൂല്യമുള്ള വസ്തുക്കളല്ല ഫിക്സഡ് അസെറ്റ്സ്. എക്സാമ്പിൾ: ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ്, മെഷീനറി, ഫർണിച്ചർ, മോട്ടോർ ട്രക്ക്, കമ്പ്യൂട്ടർ, എക്സെട്ര. എത്ര ഉദാഹരണങ്ങളും പറയാൻ വേണ്ടി കഴിയും. നെക്സ്റ്റ്, ടാഞ്ചിബിൾ അസെറ്റ്സ്. അസെറ്റ്സ് ഹാവിംഗ് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ആർ കോൾഡ് ടാഞ്ചിബിൾ അസെറ്റ്സ്. ടാഞ്ചിബിൾ അസെറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ ഷേപ്പുള്ള ഭൗതികപരമായ നിലനിൽപ്പുള്ള അസെറ്റ്സ് ആണ് ടാഞ്ചിബിൾ അസെറ്റ്സ്. അഥവാ അവ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ലാൻഡ്, ബിൽഡിംഗ്, ഫർണിച്ചർ, മോട്ടോർ ട്രക്ക്, എക്സെട്ര. ഇതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഭൗതികപരമായ നിലനിൽപ്പുണ്ട്. ഇതൊക്കെ ടാഞ്ചിബിൾ അസെറ്റ്സിന് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ്, ഇൻടാഞ്ചിബിൾ അസെറ്റ്സ്. Assets having no physical existence are called intangible assets. ഭൗതികപരമായ ഒരു നിലനിൽപ്പില്ലാത്ത അഥവാ നമുക്ക് കാണാൻ വേണ്ടി കഴിയാത്ത അസറ്റിനെയാണ് ഇൻടാഞ്ചിബിൾ അസെറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ: ഗുഡ് വിൽ, പാറ്റന്റ് റൈറ്റ്, ട്രേഡ് മാർക്ക്, എക്സെട്ര. നെക്സ്റ്റ്, വേസ്റ്റിംഗ് അസെറ്റ്സ്. Assets which get exhausted to the extent of its extraction are called wasting assets. അതായത് ചൂഷണം ചെയ്യുന്നതിൻ്റെ അളവിനെ ആധാരമാക്കി വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അസറ്റിനെയാണ് വേസ്റ്റിംഗ് അസെറ്റ്സ് എന്ന് പറയുന്നത്. ഇത് സംഭവിക്കുന്നത് കരിങ്കൽ ക്വാറികൾ, ചെങ്കൽ ക്വാറികൾ, അതേപോലെ തന്നെ ഖനികൾ, ധാതുക്കൾ കുഴിച്ചെടുക്കുന്ന ഖനികൾ, അതേപോലെ ഓയിൽ ഫീൽഡ് മുതലായവയ്ക്കാണ് ഇതേപോലെയുള്ള മൂല്യ ശോഷണം സംഭവിക്കുന്നത്. മൈൻസ്, ക്വാറീസ്, ഓയിൽ ഫീൽഡ്, എക്സെട്ര ആർ വെൽ നോൺ എക്സാമ്പിൾസ് ഓഫ് വേസ്റ്റിംഗ് അസെറ്റ്സ്. ചൂഷണം ചെയ്തുകൊണ്ടിരുന്നാൽ അതിലെ ധാതുക്കൾ അല്ലെങ്കിൽ ഓയിൽ അല്ലെങ്കിൽ കരിങ്കല്ലുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ എടുക്കുന്നതിൻ്റെ അളവിനെ ആധാരമാക്കി അതിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അത്തരം അസെറ്റ്സ് ആണ് വേസ്റ്റിംഗ് അസെറ്റ്സ്. നെക്സ്റ്റ്,
fictitious assets. Assets which have no real value but are shown in the books of accounts only for technical reasons are called fictitious assets. ഇതൊരു അസറ്റാണ്, പക്ഷെ അതിന് റിയൽ വാല്യൂ ഉണ്ടായിരിക്കില്ല. എന്നാൽ സാങ്കേതികപരമായി ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണിക്കാൻ വേണ്ടി മാത്രമുള്ള അസറ്റ്സ് ആണ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ്. എക്സാമ്പിൾ പ്രിലിമിനറി എക്സ്പെൻസസ്, പ്രാഥമിക ചിലവുകൾ. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഷെയർസ്, ഓഹരികൾ ഇഷ്യൂ ചെയ്യുന്ന അവസരത്തിൽ ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്തതെങ്കിൽ ആ ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്തത് ഡിസ്കൗണ്ടിനാണെങ്കിൽ ആ ഡിസ്കൗണ്ട്. ഇതൊക്കെ ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ആണ്. ബുക്സ് ഓഫ് അക്കൗണ്ടിൽ അസറ്റായിട്ട് സാങ്കേതികപരമായിട്ട് കാണിക്കും, പക്ഷെ അതിന് വാല്യൂ ഉണ്ടായിരിക്കില്ല. നെക്സ്റ്റ് അസറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ കറണ്ട് അസറ്റ്സ്. Current assets are assets held on a short-term basis, such as cash in hand, cash at the bank, debtors, bill receivable, stock, marketable securities, etc. ഹ്രസ്വകാലാടിസ്ഥാനത്തിൽ ഒരു സ്ഥാപനം നേടിയിരിക്കുന്ന ആസ്തികളെയാണ് കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. അഥവാ പെട്ടെന്ന് തന്നെ പണമാക്കി മാറ്റുവാൻ സാധിക്കുന്ന ആസ്തികളെയാണ് കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. അവ വിൽക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയോ അല്ലെങ്കിൽ പെട്ടെന്ന് പണമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയോ ആയിരിക്കും സ്ഥാപനം നേടിയിരിക്കുന്നത്. അതാണ് കറണ്ട് അസറ്റ്സിൻ്റെ പ്രത്യേകത. ഇനി രണ്ടാമത്തെ ടേം ശ്രദ്ധിക്കുക. നമ്മൾ ഇതുവരെ പഠിച്ചത് അസറ്റിനെ പറ്റിയാണ്. സെക്കൻഡ് ടേം ലാബിലിറ്റീസ്, ബാധ്യതകൾ അഥവാ ലാബിലിറ്റീസ്. Liabilities are obligation or debt that the business must pay at some time in future. ഭാവിയിലത്തെ ഒരു ദിവസം നിർബന്ധമായും കൊടുത്തു തീർക്കേണ്ടതായിട്ടുള്ള ബാധ്യതകളെയാണ് ലാബിലിറ്റീസ് എന്ന് പറയുന്നത്. ലാബിലിറ്റീസ് ആർ ഓഫ് ടു ടൈപ്സ്, ലോങ് ടേം ലാബിലിറ്റീസ് ആൻഡ് ഷോർട്ട് ടേം ലാബിലിറ്റീസ്. Short-term liabilities are also called current liabilities. First, long-term liabilities, ദീർഘകാല ബാധ്യതകൾ. Long-term liabilities are those that are usually payable after a period of 1 year. ഒരു വർഷത്തിന് ശേഷം മാത്രം കൊടുത്തു തീർക്കേണ്ടതായിട്ടുള്ള ബാധ്യതകളെയാണ് ദീർഘകാല ബാധ്യതകൾ അഥവാ ലോങ് ടേം ലാബിലിറ്റീസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ലോങ് ടേം ലോൺ, ഡിബഞ്ചേഴ്സ്, പബ്ലിക് ഡെപ്പോസിറ്റ്സ് എക്സെട്ര. ദീർഘകാലത്തേക്ക് സ്ഥാപനം എടുത്തിരിക്കുന്ന വായ്പകൾ, ഡിബഞ്ചറുകൾ, പൊതുനിക്ഷേപങ്ങൾ ഇവയാണ് പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ. നെക്സ്റ്റ്, ഷോർട്ട് ടേം ലാബിലിറ്റീസ് ഓർ കറന്റ് ലാബിലിറ്റീസ്. ഷോർട്ട് ടേം ലാബിലിറ്റീസ് ആർ ദോസ് that are payable within a period of 1 year. ഒരു വർഷം കൊണ്ട് കൊടുത്തു തീർക്കേണ്ടതായിട്ടുള്ള ബാധ്യതകളെയാണ് ഷോർട്ട് ടേം ലാബിലിറ്റീസ് അഥവാ കറന്റ് ലാബിലിറ്റീസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേബിൾ, ബില്ല് മുഖേന കൊടുക്കേണ്ട പൈസ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എക്സെട്ര. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട എക്സാമ്പിൾസ്. അപ്പോൾ ഈ രണ്ട് ടേംസാണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. ഒന്ന് അസറ്റ്സ്, രണ്ട് ലാബിലിറ്റീസ്. തേർഡ്, ക്യാപിറ്റൽ. എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദി ഓണർ ഫോർ യൂസിങ് ദി ബിസിനസ് ഈസ് കോൾഡ് ക്യാപിറ്റൽ. സ്ഥാപനം ഉപയോഗിക്കുന്നത് കൊണ്ട്, വ്യാപാര സ്ഥാപനം അതിൻ്റെ ഉടമ ഉപയോഗിക്കുന്നു, അങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ട് അതിൽ ഉടമ നടത്തിയിരിക്കുന്ന നിക്ഷേപത്തെയാണ് മൂലധനം എന്ന് പറയുന്നത്. ഒരാൾ 5 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് വ്യാപാരം ആരംഭിക്കുന്നു. അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ അയാളുടെ മൂലധനം എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. ഇതാണ് അടുത്ത ടേം. നെക്സ്റ്റ്, എക്സ്പെൻസ്. ദി ടേം എക്സ്പെൻസ് ഡിനോട്ട്സ് ദി കോസ്റ്റ് ഇൻകേർഡ് ബൈ എ ബിസിനസ് ഇൻ ദി പ്രോസസ് ഓഫ് ഏർണിംഗ് റവന്യൂസ്. സാധാരണയായി സ്ഥാപനങ്ങൾ വരുമാനം നേടാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്.
ആ വരുമാനം നേടുക എന്ന പ്രക്രിയക്കിടയിൽ സംഭവിക്കുന്ന ചിലവിനെയാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. വെൽ നോൺ എക്സാമ്പിൾസ് ആർ റെൻറ്റ് പെയ്ഡ്, വേജസ്, സാലറീസ്, അഡ്വർടൈസ്മെൻറ്റ് എക്സെട്ര. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചിലവുകൾ. അപ്പോൾ ചിലവുകളെ പറ്റി പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, സെയിൽസ്. സെയിൽസ് ആർ ടോട്ടൽ റവന്യൂസ് ഫ്രം ഗുഡ്സ് ഓർ സർവീസസ് സോൾഡ് ഓർ പ്രൊവൈഡഡ് ടു കസ്റ്റമേഴ്സ്. ചരക്കുകൾ അല്ലെങ്കിൽ സേവനങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകുമ്പോൾ എന്ത് റവന്യൂ ആണോ ലഭിക്കുന്നത് അതിനെയാണ് സെയിൽസ് എന്ന് അക്കൗണ്ടൻസിയിൽ പറയുന്നത്. സെയിൽസ് മേ ബി കേഷ് സെയിൽസ് ഓർ ക്രെഡിറ്റ് സെയിൽസ്. സെയിൽസ് ഏതൊക്കെയാവാം? റൊക്കം പണത്താലുള്ളതോ അല്ലെങ്കിൽ കടമായിട്ടുള്ളതോ ആകാവുന്നതാണ്. ക്രെഡിറ്റ് സെയിൽസ് കടമായിട്ട് വിൽക്കുന്നു. കേഷ് സെയിൽസ് പെട്ടെന്ന് തന്നെ അതിൻ്റെ പേയ്മെൻറ്റ് ലഭിക്കുന്നു. അതാണ് കേഷ് സെയിൽസ്. അപ്പോൾ സെയിൽസിനെ പറ്റി മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. സെയിൽസ് ആർ ടോട്ടൽ റവന്യൂസ് ഫ്രം ഗുഡ്സ് ഓർ സർവീസസ് സോൾഡ് ഓർ പ്രൊവൈഡഡ് ടു കസ്റ്റമേഴ്സ്. നെക്സ്റ്റ്, ഡ്രോയിങ്സ്. Withdrawal of money or goods by the owner from the business for personal use is known as drawings. Drawings എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാപാര സ്ഥാപനത്തിൻ്റെ ഉടമ പണമോ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നിന്ന് ചരക്കുകളോ അയാളുടെ വ്യക്തിപരമായ ആവശ്യത്തിന് പിൻവലിച്ചാൽ അതിനെയാണ് ഡ്രോയിങ്സ് എന്ന് അക്കൗണ്ടൻസിയിൽ പറയുന്നത്. ഉടമ അയാളുടെ വ്യക്തിപരമായ ആവശ്യത്തിന് പണമോ അല്ലെങ്കിൽ ചരക്കുകളോ പിൻവലിക്കാൻ സാധ്യതയുണ്ട്. ഒരു വ്യാപാരത്തിൻ്റെ ഉടമ മഹേഷ് എന്നാണ് അയാളുടെ പേര്. അയാൾ സ്ഥാപനത്തിൽ നിന്നും 25 കിലോ അരി വീട്ടാവശ്യത്തിന് വേണ്ടി പിൻവലിക്കുന്നു. അത് ഡ്രോയിങ്സ് ആണ്. മറ്റൊരു ഉടമയാണ് അനിൽ. അയാൾ അടുത്തുള്ള വീട്ടിലെ കല്യാണത്തിന് പൈസ കൊടുക്കാൻ വേണ്ടി 1000 രൂപ സ്ഥാപനത്തിൽ നിന്ന് പിൻവലിക്കുന്നു അഥവാ എടുക്കുന്നു. അത് ഡ്രോയിങ്സ് ആണ്. വ്യക്തിപരമായ ആവശ്യത്തിനാണ് അവിടെ പിൻവലിച്ചത്. അടുത്ത ടേം ശ്രദ്ധിക്കുക, സ്റ്റോക്ക്. അൺസോൾഡ് ഗുഡ്സ് ആർ കോൾഡ് സ്റ്റോക്ക്. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഒരു കടയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ കടക്കുള്ളിൽ കാണുന്നതെല്ലാം സ്റ്റോക്കാണ്. അൺസോൾഡ് ഗുഡ്സ് ആണ്. അവ വിറ്റിട്ടില്ല, വിൽപ്പനയ്ക്ക് വേണ്ടി കാത്തുകിടക്കുന്ന വസ്തുക്കളെയാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. സ്റ്റോക്ക് ആർ ദോസ് ഗുഡ്സ് വിച്ച് ആർ വെയിറ്റിംഗ് ഫോർ സെയിൽ. വിൽപ്പനയ്ക്ക് വേണ്ടി കാത്തുകിടക്കുന്ന വസ്തുക്കളാണ് സ്റ്റോക്ക് എന്ന് നമ്മൾ പറയുന്നത്. There are 2 types of stock, opening stock and closing stock. Stock at the beginning of a trading period are called opening stock. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രേഡിംഗ് പീരീഡിൻ്റെ തുടക്കത്തിലുള്ള സ്റ്റോക്കിനെയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ജനുവരി 1 ഒരു ട്രേഡിംഗ് പീരീഡ് ആരംഭിക്കുന്നതെങ്കിൽ ആ ജനുവരി 1 വിൽക്കാതെ എത്ര വസ്തുക്കൾ ബാക്കിയുണ്ട് അതിൻ്റെ വാല്യൂ എത്രയാണോ അതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ആൻഡ് സ്റ്റോക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി ട്രേഡിംഗ് പീരീഡ് ആർ കോൾഡ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് പീരീഡിൻ്റെ അവസാന ദിവസം ഉണ്ടാകുന്ന സ്റ്റോക്കിനെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഡിസംബർ 31 ട്രേഡിംഗ് പീരീഡിൻ്റെ അവസാന ദിവസമെങ്കിൽ ആ ഡിസംബർ 31 എത്ര മൂല്യമുള്ള വസ്തുക്കൾ സ്ഥാപനത്തിൽ ഉണ്ടോ ആ സ്റ്റോക്കിനെയാണ്, ആ തുകയ്ക്കാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് മാർക്കറ്റ് പ്രൈസ് ഓർ കോസ്റ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് മാർക്കറ്റ് പ്രൈസ് ആണോ അല്ലെങ്കിൽ കോസ്റ്റ് ആണോ, അതിൻ്റെ ചിലവാണോ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ആണോ, ഏതാണ് കുറവ് ആ കുറവുള്ള തുകയ്ക്കാണ് സ്റ്റോക്ക് വാല്യൂഷൻ നടത്തുന്നത്. അത് മനസ്സിലാക്കിയിരിക്കണം. അടുത്ത ടേം പ്രോഫിറ്റ്. ദി എക്സസ് ഓഫ് റവന്യൂസ് ഓഫ് എ പീരീഡ് ഓവർ ഇറ്റ്സ് റിലേറ്റഡ് എക്സ്പെൻസസ് ഡ്യൂറിങ് എൻ അക്കൗണ്ടിങ് പീരീഡ് ഈസ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത കാലാവധിയിൽ ഉള്ള
ചിലവുകൾ എന്തൊക്കെയാണോ ആ ചിലവിനേക്കാൾ അധികം വരുന്ന വരുമാനത്തെയാണ്, ആ കാലഘട്ടത്തിലെ വരുമാനത്തെയാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഒരു നിശ്ചിത കാലഘട്ടത്തിലെ ചിലവുകൾ എന്തൊക്കെയാണോ ആ ചിലവുകളിലേക്കാൾ അധികം വരുന്ന വരുമാനത്തെയാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ലോസ്. The excess of expenses of a period over its related revenues are called a loss. പ്രോഫിറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ ചിലവാണ് അധികം ഉണ്ടാവുക. ഒരു നിശ്ചിത കാലാവധിയിൽ വരുമാനത്തേക്കാൾ അധികമാണ് ചിലവെങ്കിൽ അധികം വരുന്ന ചിലവിനെയാണ് നഷ്ടം അഥവാ ലോസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം, ഗെയിൻ. പ്രോഫിറ്റ് ദാറ്റ് arises from events or transactions which are incidental to business is known as gain. ഗെയിൻ എന്ന് പറഞ്ഞാൽ അവിചാരിതമായി സ്ഥാപനത്തിന് ലഭിക്കുന്ന പ്രോഫിറ്റിനെയാണ് ഗെയിൻ എന്ന് പറയുന്നത്. വ്യാപാര പ്രവർത്തനത്തിൻ്റെ ഫലമായി കിട്ടുന്ന ലാഭമല്ല ഇത്. സ്ഥാപനം ഒരു ലോട്ടറി എടുത്തു, എന്നിട്ടൊരു 2 കോടി സ്ഥാപനത്തിന് ലഭിക്കുന്നു. അതൊരു ഗെയിനാണ്, അവിചാരിതമായി സംഭവിച്ച നേട്ടമാണത്. ആ നേട്ടത്തെയാണ് ഗെയിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം, ഡെപ്റ്റേഴ്സ്. എ പേഴ്സൺ ഹു ഓ മണി ടു ദി ബിസിനസ് ഈസ് കോൾഡ് ഡെപ്റ്റർ. ദിസ് ടേക്സ് പ്ലേസ് വെൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ സോൾഡ് ഓൺ ക്രെഡിറ്റ്. സാധാരണയായി നേരത്തെ നമ്മൾ സെയിൽസിൽ മനസ്സിലാക്കിയിട്ടുണ്ട്, കടമായിട്ടുള്ള വിൽപ്പനയും ഉണ്ടായിരിക്കും. ഒരു വ്യാപാരി സച്ചിൻ എന്ന് പറയുന്ന ഒരാൾക്ക് 1000 രൂപയുടെ ചരക്കുകൾ കടമായിട്ട് വിൽക്കുന്നു. അപ്പോൾ അയാൾ ഭാവിയിലെ പൈസ തരണ്ടോ? അന്ന് പൈസ തരണ്ട, കടമായിട്ടാണ് വിറ്റത്. ഇയാളെ ഡെപ്റ്റർ എന്നാണ് പറയുക. അയാളിൽ നിന്ന് ഭാവിയിലെ പൈസ കിട്ടും. ഇത് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കറണ്ട് അസറ്റിന് എക്സാമ്പിളാണ്. ഒരു 3-4 മാസം കൊണ്ട് അയാളിൽ നിന്ന് പൈസ കിട്ടും. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? കടമായിട്ട് ചരക്കുകളോ സേവനങ്ങളോ വിൽക്കുമ്പോഴാണ് ഡെപ്റ്റേഴ്സ് ഉണ്ടാകുന്നത് എന്ന് പറയാവുന്നതാണ്. നെക്സ്റ്റ് ടേം, ക്രെഡിറ്റേഴ്സ്. പേഴ്സൺസ് ടു ഹും ദി ബിസിനസ് ഓസ് മണി ആർ കോൾഡ് ക്രെഡിറ്റേഴ്സ്. വ്യാപാര സ്ഥാപനം നിശ്ചിത തുക നൽകാൻ കടപ്പെട്ടിരിക്കുന്ന ആളുകളെ പറയുന്ന പേരാണ് ക്രെഡിറ്റേഴ്സ്. ഫോർ എക്സാമ്പിൾ, കടമായിട്ട് ചരക്കുകൾ വാങ്ങുന്നു. കടമായിട്ട് ചരക്കുകൾ വാങ്ങിക്കഴിഞ്ഞാൽ ഭാവിയിലെ പൈസ കൊടുക്കണ്ടു. അപ്പോൾ ആരിൽ നിന്നാണോ വാങ്ങിയിരിക്കുന്നത് അവരെ ക്രെഡിറ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ക്രെഡിറ്റേഴ്സ് ടേക്സ് പ്ലേസ് വെൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ്. കടമായിട്ട് ചരക്കുകൾ അല്ലെങ്കിൽ സേവനങ്ങൾ വാങ്ങുമ്പോഴാണ് ക്രെഡിറ്റേഴ്സ് സംഭവിക്കുന്നത് എന്ന് പറയാവുന്നതാണ്. ഇത്രയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബേസിക് അക്കൗണ്ടിങ് ടേംസ്. ഇത് പൂർണ്ണമായിട്ട് പഠിക്കേണ്ടതാണ്. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു. എല്ലാ കാര്യങ്ങളും പഠിക്കേണ്ടതാണ്. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.